അടുക്കളപ്പണിയും തുണിയലക്കലും പൂച്ചൂടെ അപ്പിവാരലും മടുത്തു ഞാൻ. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഉത്തമ ഭർത്താവ് എന്ന വേഷമണിയാനുള്ള ആവേശത്തിൽ ഞാൻ വലിയൊരു മണ്ടത്തരം ചെയ്തു. അടുക്കളയിൽ കയറി എന്റെ പാചക വൈദഗ്ധ്യം കാണിക്കാൻ ശ്രമിച്ചു. വല്ലപ്പോഴും ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവരുടെ മുന്നിൽ ആളാവാനും ഒരു സ്പെഷ്യൽ ഡിഷ് ട്രൈ ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ദിവസവും ഒരേ ചോറും കറിയും വെക്കാനുള്ള മെനക്കെട്ട പണിക്ക് ഞാൻ ഫിറ്റല്ലായിരുന്നു. അതുകൊണ്ടാവാം എല്ലാം അവളുടെ തലയിലിട്ട് രക്ഷപ്പെടാനുള്ള പല സൂത്രങ്ങളും ഞാൻ നോക്കി നടക്കുന്നത്. പക്ഷെ ഒരു കളിയും വിജയിച്ചില്ല. എത്രയൊക്കെ ക്ഷീണവും തിരക്കും അഭിനയിച്ചാലും വീട്ടിലുണ്ടെങ്കിൽ പാത്രം കഴുകി കറിക്കരിഞ്ഞ് വേസ്റ്റും കളഞ്ഞ് അടുക്കള റെഡിയാക്കി കൊടുക്കാതെ എനിക്കിപ്പോ ഒന്നും കഴിക്കാൻ കിട്ടാറില്ല. ഒരുമാതിരി 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫിന്റെ സ്വഭാവ മൂപ്പർക്ക്. വന്നുപെട്ട സ്ഥലം നമ്മുടെ വൈബിന് പൊരുത്തപ്പെടുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പതിവ് പോലെ വീണ്ടും വണ്ടി പാക്ക് ചെയ്തു. ഒരു തരത്തിലും നെഗറ്റീവ് എനർജി കടന്നു വരാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ ഞങ്ങൾ ഈ മനോഹരമായ ഗ്രാമത്തെയും ഈ മനോഹരമായ വീടിനെയും ഒരു ആശ്രയമായി വിശ്വസിച്ചു. ചുറ്റും വീടുകളുണ്ടെങ്കിലും ഒന്നും ഒന്നിനോടും ചേർന്നിട്ടല്ല. സാധാരണക്കാരായ ആളുകൾ, മറ്റൊരാളുടെ ജീവിതത്തിൽ ശല്യമായി ഇടപെടാനോ എത്തി നോക്കാനോ വരാത്തവർ. അവർക്ക് അവരുടെ ജീവിതം. അവിടെയും ഞങ്ങൾക്ക് കുറെ പൂച്ചകളെയും പട്ടികളെയും കൂട്ടായി കിട്ടി. 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഏകദേശം 3 മാസം പ്രായമുള്ളതായി തോന്നുന്ന ഒരു കുഞ്ഞു പൂച്ചയും ആ കൂട്ടത്തിൽ ചേർന്നു. പക്ഷെ അവൾ മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു. ഒരിക്കലും അടുത്തു വന്നില്ല. കഴിക്കാനായി വിളിച്ചാലും പേടിച്ച് പതുങ്ങി മറ്റുള്ളവർ തീർത്തു പോകുന്നതും നോക്കി മാറി. ആ പെരുമാറ്റവും പേടിച്ചുള്ള ഇരിപ്പും ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. അവളുടെ വയറ്റിലോട്ടും എന്തേലും ചെന്നിരുന്നേൽ എന്ന അവസ്ഥയിൽ ഞങ്ങൾ അവളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആരോ ഒരിക്കൽ അവളെ തള്ളിക്കളഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വേദനിപ്പിച്ചിരിക്കണം. അവളുടെ അവിശ്വാസം, ആ ഒറ്റപ്പെട്ട നില. ഗേറ്റ് എപ്പോഴും അടച്ചിടുന്നത് കൊണ്ട് പൂച്ചകൾക്ക് മാത്രമേ അകത്ത് കടക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ടാവാം അവൾ അവിടെ തന്നെ തുടരാൻ ധൈര്യം കണ്ടെത്തിയത്. ഒരു രാത്രി ശക്തമായ മഴയിൽ ജനാല വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ വിറച്ചു നിന്ന അവളുടെ ചെറിയ ശരീരം ഉമ്മറപ്പടിയിലെ മാറ്റിൽ ഒതുങ്ങിക്കിടക്കുന്നത് കണ്ടു. ഞാൻ അല്പം പച്ചമീൻ എടുത്ത് ആ കുഞ്ഞുവായിൽ ഒതുങ്ങുന്ന അത്രയും ചെറുതാക്കി പുറത്തേക്ക് ചെന്നപ്പോൾ ആ സമയത്തെ പേടിച്ചൊരു മ്യാവും എന്റെ കണ്ണുകളിലേക്ക് നേർക്ക് പതിഞ്ഞത് ഒരു ചോദ്യം പോലെ എന്റെ ഉള്ളിൽ ആഴത്തിൽ തറച്ചു. വിശ്വസിക്കാമോ? ഞാൻ അടുത്തോട്ട് ചെല്ലാതെ പാത്രം പതുക്കെ വെച്ചു നീട്ടിക്കൊടുത്തു. പിന്നെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി മിണ്ടാതെ ഒരു വാഗ്ദാനം ചെയ്തു. ഒന്നും പേടിക്കണ്ട, ഇവിടെ നിന്നെ ആരും വേദനിപ്പിക്കില്ല. എന്തായിരിക്കും ഈ കുഞ്ഞു മനസ്സിനെ ഇത്രയും മുറിവേൽപ്പിച്ചിട്ടുണ്ടാവുക? ഞാനും ഒരാളോടും അത്ര എളുപ്പത്തിൽ അറ്റാച്ച്ഡ് ആകാനുള്ള മനോഭാവത്തിലല്ല. സത്യത്തിൽ ഞങ്ങൾ ഇവിടെ രണ്ടല്ല, ഒരേ മുഖത്തിന്റെ റിഫ്ലക്ഷൻ പോലെ ഞാൻ എന്നെ തന്നെ അവളിൽ കണ്ടു. ഇടയ്ക്കെപ്പോഴോ ആ 2 ഹൃദയങ്ങളും തമ്മിൽ ഇണപിരിയാനാകാത്ത വിധം. അവൾ എന്റെ മാറിന്റെ ചൂടേറ്റുറങ്ങുമ്പോൾ ഞാൻ മനസ്സിലോർത്തു, പണ്ടൊരു പൂച്ചമ്മയോട് ഒരു കുഞ്ഞിനെ എനിക്ക് സമ്മാനിക്കുമോ എന്ന മോഹം പ്രകടിപ്പിച്ചു. പക്ഷെ ആ വിളി കേട്ടത് മറ്റെങ്ങോ ഇരുന്ന മറ്റൊരു പൂച്ചമ്മയായിരുന്നു. എന്നെ ഈ ദൂരം മുഴുവൻ ഓടിച്ച് ഈ കുഞ്ഞിനെ എന്റെ മാറിലേക്ക് എത്തിച്ചത് അവളായിരുന്നു. ആ മലർന്ന് കൈകാലുകൾ വിരിച്ചുള്ള കിടത്തം കണ്ടാൽ അറിയാം, ഒരു അപരിചിതമായ ട്രസ്റ്റ് അവൾക്ക് ഇവിടെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഉറക്കം ശല്യപ്പെടുത്താതെ ആ താടിയിൽ കൈവച്ച് തലോടിക്കൊണ്ടിരിക്കെ ഞാൻ ഉള്ളിൽ മന്ത്രിച്ചു, നാം തേടുന്നത് എന്തോ അത് നമ്മെയും തേടുന്നു.